ഇതാ കാണുന്ന മലക്ക് മുകളിലുള്ള ഒരു കോട്ട. ഇനി പോകുന്നത് അതിലോട്ടാണ്. നമ്മൾ ആ കോട്ടയിൽ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരുപാട് പഴയ ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ് ഉണ്ടാക്കിയത്, ചുമരെല്ലാം ഉണ്ടാക്കിയത് കണ്ടാലറിയാം, അത് മണ്ണും സിമൻറ്റും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ ഉറപ്പ് കണ്ട എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ് ആയിരിക്കും. അത് പല ഭാഗങ്ങൾ പൊളിഞ്ഞ് ചാടാറായി, എന്നാലും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പവർ ഇപ്പോഴും കാണാം. ഈ കോട്ട സന്ദർശിക്കാനുള്ള സന്ദർശന ചാർജ് എന്ന് പറയുന്നത് 3 റിയാലാണ് ഒരാൾക്ക്. 3 റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് 675 റുപ്യയായി. അത്രയും കാണാനുള്ളൊന്നും അതിലില്ല. പക്ഷേ ഒരാൾക്ക് 3 റിയാലാണ് അവർ മേടിക്കുക. ടിക്കറ്റ് 3 റിയാൽ, 6 റിയാൽ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ മേലെ കയറണം. ഈ കോട്ട ഉണ്ടാക്കിയത് 1580-ൽ പോർച്ചുഗീസുകാരുണ്ടാക്കിയതാണ്. ഒമാനിൻ്റെ തീരപ്രദേശം അവരെ വ്യാപാര പാതകൾ സംരക്ഷിക്കുന്നതിനും തീരപ്രദേശം സംരക്ഷിക്കുന്നതിനും പോർച്ചുഗീസുകാർ ആ കാലത്ത് ഉണ്ടാക്കിയതാണ്. മസ്കറ്റിൻ്റെ ഭംഗി, മലനിരകൾ, സ്റ്റെപ്പ് വളരെ ചെറുതായി. എല്ലാ സംവിധാനം ഇതെന്താണ്? പീരങ്കി. പീരങ്കിക്ക് എന്ത് പുകട്ടാ? ഫോർട്ട് കഫേ. ഓക്കെ, വാ ഇങ്ങോട്ട് കയറി വാ. ഇംഗ്ലീഷ് ഇവിടെ കഫേ നമുക്ക് അങ്ങോട്ട് കയറുള്ള സംവിധാനമില്ല. അപ്പോൾ ഞാൻ വെച്ച് ഇതിലോട്ടാണ് കയറി പോകുന്നത്. അങ്ങോട്ട് തന്നെ ഇറങ്ങാം.
ഇവിടെ 3 റിയാൽ കൊടുത്ത് കാണാൻ പറ്റിയത് ഓൺലി ആ പുറത്തെ കാഴ്ചകളാണ്. അതാണ് ഇപ്പോൾ അതിൽ ഭംഗിയായിട്ട് കാണുന്നത്. അങ്ങനെ 3 റിയാൽ കൊടുത്ത് കാണാൻ പറ്റിയൊരു സംഭവമൊന്നും ഉള്ളിൽ പ്രത്യേകിച്ചില്ല. പുറത്തെ കാഴ്ചകൾ മാത്രം കാണാം. അവിടെ തിരിച്ചു വരുന്നു, താഴെ ഇറങ്ങാം. മരത്തിൻ്റെ പൊടികളാണ്, അതെല്ലാം മരത്തിൻ്റെ പൊടി. പാട്ടാണല്ലോ. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം.